ഹിന്ദി വിത്ത് രമ്യ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വരങ്ങളെ നന്നായി മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് വ്യഞ്ജനങ്ങളെ നന്നായി മനസ്സിലാക്കാം. അപ്പോൾ തുടങ്ങാം. ക, ഖ, ഗ, ഖ, ങ, ച, ഛ, ജ, ഛ, ஞ, ഡ, ഠ, ഡ, ഠ, ണ, ത, ഥ, ദ, ഥ, ന, പ, ഫ, ബ, ഫ, മ, യ, ര, ല, വ, ശ, ഷ, സ, ഹ. അപ്പോൾ ഇത്രയുമാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. ഇത് നന്നായി മനസ്സിലാക്കുക. വ്യഞ്ജനാക്ഷരങ്ങളെ നന്നായി മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് സംയുക്താക്ഷരങ്ങളെ മനസ്സിലാക്കാം. ക്ഷ, ത്ര, ജ്ഞ, സ്ര. ഇനി നന്നായി വായിക്കാനായി പഠിക്കാം. ക സേ കലം, ഖ സേ ഖർഗോശ്, ഗ സേ ഗമല, ഖ സേ ഖർ. ങാക്ക് വേറെ വാക്കുകളൊന്നുമില്ല, അതുകൊണ്ടാണ് അവിടെ ഖാലിയായി ഇട്ടിരിക്കുന്നത്. ച സേ ചർക്ക, ഛ സേ ചത്തരി, ജ സേ ജഗ്, ഛ സേ ചണ്ട. ஞാക്ക് വേറെ വാക്കുകളൊന്നുമില്ല, അതുകൊണ്ടാണ് അവിടെ ഖാലിയായിട്ടിരിക്കുന്നത്. ട സേ ടമാട്ടർ, ഡ സേ ഠേല, ഡ സേ ഢമരു, ഠ സേ ഢോലക്. നാക്ക് വേറെ വാക്കുകളൊന്നുമില്ല, അതുകൊണ്ടാണ് അവിടെ ഖാലിയായിട്ടിരിക്കുന്നത്. ത സേ തർബുജ്, ധ സേ ഥാലി, ദ സേ ദവാത്, ധ സേ ധനുഷ്, ന സേ നൽ. പ സേ പതംഗ്, ഫ സേ ഫൽ, ബ സേ ബക്കരി, ഫ സേ ഫാലു, മ സേ മച്ഛലി, യ സേ യജ്ഞ്, ര സേ രഥ്, ല സേ ലഡ്കി, വ സേ വൻ, ശ സേ ശേർ, ഷ സേ ഷഡ്കോൺ, സ സേ സേബ്, ഹ സേ ഹിരൺ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.